ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളാണ് ബ്രസീലിനെ വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ ബ്രസീൽ ഇപ്പോൾ വേൾഡ് കപ്പിനോട് ഗുഡ് ബൈ പറയുകയാണ്. അർഹിച്ച തോൽവിയാണ് വഴങ്ങിയത് എന്ന് പറയേണ്ടി വരും. അവസരങ്ങൾ ബ്രസീൽ തുലച്ചു കളഞ്ഞു. മാത്രമല്ല, ഒരു ഡിഫൻസീവ് ഗെയിമാണ് ബ്രസീൽ ഇന്ന് കളിച്ചത്. അവിടെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് പിഴച്ചു എന്ന് പറയേണ്ടി വരും. അതിനേക്കാൾ ഉപരി ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, അത് നെയ്മർ ജൂനിയർ ആണ്. ഈ മത്സരത്തിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ അവസാനത്തിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് നെയ്മർ ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ബ്രസീൽ പുറത്തായത് നെയ്മറെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. നെയ്മർ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായാണ് ഇപ്പോൾ കളിക്കളം വിട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നെയ്മറുടെ അവസാനത്തെ വേൾഡ് കപ്പായി മാറാൻ ഇത് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നെയ്മർ ജൂനിയർ ഒരു വേൾഡ് കപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുകൾ ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ നെയ്മർ ജൂനിയർ ഇപ്പോൾ വേൾഡ് കപ്പിനോട് ഗുഡ് ബൈ പറയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരശേഷം പൊട്ടിക്കരയുന്ന ഒരു നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. വേൾഡ് കപ്പിൽ ആകെ 14 മത്സരങ്ങളാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 9 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. അതായത് 13 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു. ഇന്നത്തെ മത്സരത്തിൽ ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏതായാലും ബ്രസീലിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ആരാധകർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനമല്ല ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന് ലഭിച്ചത്. അർഹിച്ച ഒരു പുറത്താവൽ തന്നെയാണ് ബ്രസീൽ ഇപ്പോൾ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.